പ്രിയപ്പെട്ടവരെ, മോട്ടോ ടൈൽസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കൗതുകകരമായ ഒരു കാറിനെ കുറിച്ചാണ്. അതാണ് BMW ഐസേട്ട. ബബിൾ കാർ എന്ന പേരിലും അറിയപ്പെടുന്ന ഓട്ടോമോട്ടീവ് ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ മൈക്രോ കാറുകളിലൊന്നാണ് BMW ഐസേട്ട. ഇതിൻ്റെ ചരിത്രം, രൂപകൽപ്പന, പ്രത്യേകതകൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള രസകരമായ ചില സംഗതികളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. BMW ഐസേട്ടയുടെ തുടക്കവും ചരിത്രവുമാണ് ആദ്യം പറയുന്നത്. ഐസേട്ട യഥാർത്ഥത്തിൽ ഒരു BMW ഡിസൈൻ ആയിരുന്നില്ല. 1950കളിൽ ഇറ്റാലിയൻ കമ്പനിയായ ഐസോ SPA ആണ് ഇത് യഥാർത്ഥത്തിൽ രൂപകൽപ്പന ചെയ്തത്. ലോകമഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിനായി ഒരു ചെലവ് കുറഞ്ഞ ചെറിയ കാർ എന്ന നിലയിലാണ് അവർ ഇതിനെ രൂപകൽപ്പന ചെയ്തത്. 1954ൽ BMW ഐസേട്ടയുടെ നിർമ്മാണത്തിനുള്ള ലൈസൻസിംഗ് സ്വന്തമാക്കി. ജർമ്മൻ വിപണിക്ക് അനുയോജ്യമാക്കുന്നതിനായി അതിൻ്റെ ഡിസൈനും എഞ്ചിനൊക്കെ അവർ പരിഷ്കരിച്ചു. 1950കളിൽ BMW സാമ്പത്തികമായി വീണ്ടെടുപ്പ് നേടാൻ സഹായിച്ച ആദ്യ വിജയകരമായ മൈക്രോ കാറുകളിൽ ഒന്നായിട്ടാണ് ഇതിനെ പരിഗണിക്കപ്പെടുന്നത്. BMW ഐസേട്ടയുടെ രൂപകൽപ്പനയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് അതിൻ്റെ ഫ്രണ്ട് ഓപ്പണിംഗ് ഡോറായിരുന്നു. കാറിൻ്റെ മൂന്നിൽ ഒരു ഭാഗം അതിൻ്റെ മുൻഭാഗത്തുള്ള വലിയ വാതിലായിരുന്നു. ഈ പുതുമയാർന്ന ഘടകം കാറിനെ കാണാൻ വളരെ വ്യത്യസ്തമാക്കി. അതുകൊണ്ട് തന്നെ സുഖപ്രദമായ പ്രവേശനവും അതുപോലെ തന്നെ പുറത്തിറങ്ങാനും വളരെ എളുപ്പമായിരുന്നു ഈ ഫ്രണ്ട് ഓപ്പണിംഗ് ഡോർ കൊണ്ടുണ്ടായിരുന്നത്. പിന്നെ കുറഞ്ഞ വലിപ്പം, 2.3 മീറ്റർ നീളവും 1.4 മീറ്റർ വീതിയും മാത്രമുള്ള ഈ കാറ് 2 വലിയ ആളുകളെയും ഒരു ചെറിയ ബാഗേജും ഉൾക്കൊള്ളാൻ മാത്രം കപ്പാസിറ്റി ഉള്ളതായിരുന്നു. മൂന്നാമതായിട്ട് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീൽ ലിങ്കേജാണ്. സ്റ്റിയറിംഗ് വീലും ഡാഷ്ബോർഡും വാതിലിനോടൊപ്പം തന്നെ നീങ്ങുന്നതിനാൽ ഇതിലേക്ക് പ്രവേശിക്കുക എന്നുള്ള കാര്യം വളരെ എളുപ്പമായിരുന്നു. BMW ഐസേട്ടയുടെ എഞ്ചിനും അതിൻ്റെ പെർഫോമൻസിനെയും കുറിച്ചാണ് ഇനി പറയാനുള്ളത്. ഇതിൻ്റെ ആദ്യത്തെ മോഡൽ 247cc സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് എഞ്ചിനായിരുന്നു. ഇത് 12 ഹോഴ്സ് പവർ നൽകിയിരുന്നു. ഇതിൻ്റെ പരമാവധി വേഗത 85 km/h ആയിരുന്നു. ഇത് നഗരയാത്രക്ക് വളരെ സുഖപ്രദമായ ഒരു വാഹനമായിരുന്നു. ഇതിൻ്റെ ഇന്ധന കാര്യക്ഷമത എന്ന് പറയുന്നത് 100 കിലോമീറ്റർ ഓടണമെങ്കിൽ 3 ലിറ്റർ പെട്രോൾ അടിക്കണമായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ സാമ്പത്തിക മാന്ദ്യത്താൽ ഞെരുങ്ങിയിരുന്ന യൂറോപ്പിൽ ഇതൊരു വലിയ ആകർഷണമായിരുന്നു, ഇത്രയും മൈലേജ് കിട്ടുന്ന വണ്ടി എന്നുള്ളത്. ഇന്ത്യക്കാർക്ക് ചിലവ് കുറഞ്ഞ ഒരു ചെറുകാർ എന്ന നിലയിലാണല്ലോ ടാറ്റ നാനോയെ അവതരിപ്പിച്ചത്. എന്നാൽ അതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 1950-60 കാലഘട്ടത്തിൽ BMW ഐസേട്ട യൂറോപ്പിലെ ചെലവ് കുറഞ്ഞ യാത്രാമാർഗത്തിൻ്റെ ഒരു ചിഹ്നമായിരുന്നു. സിനിമകളിലും TV ഷോകളിലും ഒക്കെ പിന്നെ ഭാവിയിലേക്കുള്ളൊരു വിചിത്ര വാഹനമായൊക്കെ ഇതിനെ അവതരിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് കൗതുകകരമായ ഒരു കാര്യം. BMW ഐസേട്ടയുമായി ബന്ധപ്പെട്ട കൗതുകകരമായ ഒരു കാര്യം, മോഡലിൻ്റെയും വിപണിയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ചില കാറുകൾ 3 ചക്രങ്ങളിലും, നമ്മുടെ ഓട്ടോറിക്ഷയെ പോലെ 3 ചക്രങ്ങളിലും, മറ്റു ചിലത് 4 ചക്രങ്ങളിലുമാണ് BMW പുറത്തിറക്കിയിരുന്നത്. അതുപോലെ തന്നെ ഒരു കോഴിമുട്ടയുടെ ആകൃതി ഉണ്ടായിരുന്നത് കൊണ്ട് ഇതിനെ ജനങ്ങൾ ബബിൾ കാർ എന്നും വിളിച്ചിരുന്നു. മറ്റൊരു കാര്യം, BMW സാമ്പത്തികമായ നിലനിൽപ്പിന് നിർണായകമായ പങ്കായിരുന്നു ഐസേട്ട നൽകിയത്. വളരെ മെച്ചപ്പെട്ടതും വിലയേറിയതുമായ കാറുകൾ വികസിപ്പിക്കുന്നത് വരെ BMW കമ്പനിയെ യഥാർത്ഥത്തിൽ നിലനിർത്തിയത് ഈ ഐസേട്ടയായിരുന്നു എന്ന് പറയാം. (1955) മുതൽ 1962 വരെ BMW 1,60,000 ഐസേട്ട കാറുകൾ ഉൽപ്പാദിപ്പിക്കുകയും വിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇന്ന് ഐസേട്ട മികച്ച ഉപഭോക്തൃ ശ്രദ്ധ നേടി ശേഖരിക്കാൻ തക്കതായൊരു മോഡലാണ്. പല വിൻറ്റേജ് കാറുകൾ ശേഖരിക്കുന്ന ആൾക്കാരും ഇത് കാറിനെ വലിയ വില കൊടുത്ത് വാങ്ങുകയും മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഇന്നും പല മൈക്രോ കാർ പ്രദർശനങ്ങളിലും വിൻറ്റേജ് കാറുകളുടെ ഷോകളിലൊക്കെ ഇത് ഒരു സ്ഥിരം സാന്നിധ്യമാണ്.
i30യുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്തെന്നാൽ BMW ഇലക്ട്രിക് കാറായി i30യുടെ പുതിയ മോഡൽ മാർക്കറ്റിൽ ഇറക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ നിരവധി മാധ്യമങ്ങളിൽ വന്നിരുന്നു. അതിൻ്റെ ചില മോഡലുകൾ പല മോട്ടോർ കാർ പ്രദർശനങ്ങളിലും BMW പ്രദർശിപ്പിക്കുകയുമുണ്ടായി. മോട്ടോ ടൈൽസിൻ്റെ ഈ വീഡിയോയോട് അവസാനിക്കുന്നു. ഓട്ടോമോട്ടീവ് രംഗത്തെ മറ്റൊരു കൗതുകകരമായ വീഡിയോയുമായി വീണ്ടും കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നന്ദി.